ഇവിടെ കിട്ടുന്ന പോലത്തെ ചായ സാറിന് വേറെ എവിടെയും കിട്ടത്തില്ല. പ്ലീസ് കുടിക്കൂ സാർ. എങ്ങനെയുണ്ട് സാറേ ചായ? വളരെ മോശം. നീ ചെയ്ത കാര്യം. അതിന് ഞാനെന്താ ചെയ്തേ? മുന്നയുടെ പാരന്റ്സിനെ കണ്ടു. നാളെ മുതൽ കുടിക്കാൻ എനിക്ക് ആര് കാശ് തരുകൂടി നിന്റെ തന്ത തരൂ. ആ ഡയറക്ടർ കാശ് തിരിച്ചു തന്നോ? സിദ്ധാർത്ഥന് ഇത്രയും പണം നിങ്ങൾക്ക് തന്നത് അതിനെന്താ ഉണ്ടായത്? എന്റെ പൊന്നു മോൻ, എന്റെ കുഞ്ഞ്. വേറെ വഴിയില്ല മുന്ന. കൊല ചെയ്ത് നീയാണെന്ന് പറഞ്ഞ് സാക്ഷികളെയെല്ലാം സ്ട്രോങ് ആയി തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ 5 കോടിയുണ്ട്. ഈ കാശ് മുഴുവൻ നിനക്കുള്ളതാ. പക്ഷെ കുറ്റം ചെയ്ത് നീയാണെന്ന് സമ്മതിക്കണം. ഈ കേസിൽ എന്തായാലും ജീവപര്യന്തം കിട്ടും. പക്ഷെ 2-3 വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും സ്വാധീനം ചെലുത്തി നിന്നെ പുറത്തു കൊണ്ടുവരാം. ഈ കാശ് കൊണ്ട് നിന്റെ അമ്മയുടെ ക്യാൻസർ ചികിത്സിക്കാം. നിങ്ങൾക്ക് സുഖമായി ജീവിക്കാനും പറ്റും. നന്നായി ആലോചിക്കൂ മോനെ. സമ്മതിക്കട നീ. അദ്ദേഹം നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്ന. ഇതിൽ ആലോചിക്കാനോ ഒന്നുമില്ലടാ. ആ, ഞാൻ പറയുന്ന കേക്ക്. സാറേ, നിങ്ങൾ വന്നത് എന്റെ മോനെ രക്ഷിക്കാനാണെന്നും കരുതിയാ ഞാൻ എല്ലാം പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എന്താ ഒന്നും പറയാതെ പോകുന്നേ? ആ കൊല ചെയ്തത് അവനാണെന്ന് അവൻ കോടതിയിൽ സമ്മതിച്ചതുകൊണ്ട് ഇനി ആര് എന്ത് പറഞ്ഞാലും അവന് പുറത്തു വരാൻ കഴിയില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എന്റെ മോൻ തിരിച്ചു വരില്ലേ? നിങ്ങളുടെ മകൻ നഷ്ടപ്പെടുമെന്നുള്ള വിഷമമാണ് നിങ്ങൾക്ക്. സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയാത്തതിന്റെ വിഷമമാണ് എനിക്ക്. സാറേ, സാറേ, എന്റെ കുഞ്ഞ്, എന്റെ പൊന്നു മോന. സത്യം മനസ്സിലാക്കിയല്ലേ? ഈ സത്യം ഞാൻ അറിയുമ്പോൾ നീ ഞെട്ടുമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ നീ ഒരു ധൈര്യശാലി തന്നെയാ. അവനാ തന്നത്. അവൻ എനിക്ക് എത്രമാത്രം ധൈര്യം തന്നെന്നറിയോ? 10 കോടി തരുന്നാണോ? അത് വാങ്ങി ഞാൻ നിനക്ക് ഫേവർ ചെയ്യണമെന്നല്ലേ? എന്ന് വെച്ചാ ഞാൻ ജയിലിൽ പോയി കിടക്കണമെന്നല്ലേ? അപ്പോ ജയിലിൽ പോയില്ലെങ്കിൽ ചെയ്തു തരൂ? നിനക്കെതിരെ കേസ് വാദിക്കുന്ന PP ആരാണെന്നറിയാമോ? നീ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ അയാളെ കണ്ടുപിടിക്കും. ഈ കേസിലെ എല്ലാ തെളിവുകളും നിനക്കെതിരാ. അതാദ്യം ഓർക്ക്. കോർട്ടിൽ പോയ എവിഡൻസ് ഒക്കെ ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല. അങ്ങനെ ചെയ്യണ തന്നോട് ആരാ പറഞ്ഞേ? അത് വേണമെങ്കിൽ താൻ ലോക്കറി വെച്ച് പൂട്ടിക്കോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് വേണ്ടി ചെറിയ 3 കാര്യങ്ങൾ ചെയ്തു തരണം. അത് മതി. എന്താ? CC വീട് നിങ്ങളുടെ കൺട്രോളിലല്ലേ ഉള്ളത്? അതെ. എന്റെ ബെഡ്റൂമിലെ വിൻഡോ അഴിച്ചു മാറ്റി വീണ്ടും ഫിക്സ് ചെയ്യേ. 2 സ്ക്രൂസ് താഴെയിട്ടേക്ക്.